ഞാൻ ചന്ദ്രൻ ചിറ്റിലഞ്ചേരി. ഞാനിന്ന് പറയാൻ പോകുന്നത് നാട്ടിൻപുറങ്ങളിൽ എന്നും കാണപ്പെടുന്ന ഈ കൂണുകളെക്കുറിച്ചാണ്. പല വെറൈറ്റി കൂണുകളുണ്ടാവും. ഇത് പെരുക്കാലി എന്ന് പറയുന്ന ഒരു കൂണിനെയാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പെരുക്കാലി എന്ന് പറയുന്ന ഒരു കൂണ് മിക്കവാറും ഈ പാടവരമ്പുകളിലാണ് കാണപ്പെടുക. എൻ്റെ വീടും പാടത്തിൻ്റെ ഓരത്തായതുകൊണ്ട് ഞങ്ങൾക്കിത് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. ഇതല്ലെങ്കിൽ പലതരം വേറെ കൂണുകളും കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇത് പെരുക്കാലി കാണുന്നു. ഇനി നമ്മൾക്ക് വേറെ നല്ല നല്ല ഭക്ഷ്യയോഗ്യമായ കൂണുകൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഞാനത് പറിച്ചെടുത്തിട്ട് പലതരം ഡിഷുകൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. മിക്കവാറും രാവിലെ എണിച്ച് ഈ തൊടിയിൽ കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് 1-2 കാല് കൂണ് കിട്ടും. ചിലപ്പോൾ കുറച്ച് കൂടുതൽ കിട്ടും. ഇതല്ലാതെ പെരുക്കാലി അല്ലാതെ വേറെ കൂണുകളാണെങ്കിൽ അങ്ങനെ നിറയെ കിട്ടിയിട്ടുണ്ടാവും, നിറയെ കിട്ടും. അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനത്തെ അല്ല. ഇത് ഈ പെരുക്കാലി പറയുന്നത് ഓരോന്ന് അവിടെയും ഇവിടെയൊക്കെയാണ്. നമ്മുടെ അവിടെ ഇത് പെരുക്കാലി എന്നാണ് നമ്മുടെ ആൾക്കാരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്കറിയുന്ന തരത്തിൽ ഇനിയിപ്പോൾ ഇതിന് പല പേരുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് നോക്കുക. ഈ കൂണ് ഞാൻ പുഴക്കി കാണിച്ചു തരാം. സാധാരണ ഇതുപോലെയുള്ള കൂണുകൾ കാണുകയാണെങ്കിൽ നമ്മളതിന് പുഴക്കിയെടുത്ത് കറി വയ്ക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. അത് 3-4 തരം കറികളിൻ്റെ വീഡിയോ എടുത്തിട്ടത് കൊണ്ട് ഇതിപ്പോൾ അത് കാണിക്കുന്നില്ല. പക്ഷെ അതെങ്ങനെ വെക്കേണ്ട രീതി എന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഏറ്റവും വളരെ ടേസ്റ്റിയായിട്ട് നാടൻ സ്റ്റൈലുള്ളതാണ് പറയാൻ പോകുന്നത്. സാധാരണ ചെറിയ കൂണാണ് കിട്ടണമെങ്കിൽ ഒരു അടിപൊളി കുഴമ്പ് രൂപത്തിൽ നമ്മൾക്ക് കുരുമുളകും വെളുത്തുള്ളിയും മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ കൂടിയിട്ട് ഒരു അടിപൊളി കറിയുണ്ട്. ഇതിപ്പോൾ ഇത്തിരി വലിയ കൂണാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അധികം കാണില്ല, 2-3 കിട്ടുള്ളൂ. അപ്പോൾ ഈ കിട്ടുന്നത് ഇതിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ കൂടുതലും മുരിങ്ങയിലയും ഈ കൂണും കൂടി വെളുത്തുള്ളി പിന്നെ കുരുമുളക് ഇത് രണ്ടും ഇട്ടിട്ട് ഒരു അടിപൊളി ടേസ്റ്റോടു കൂടിയുള്ള ഒരു കറി വയ്ക്കും. നിങ്ങൾക്ക് ഈ കൂണ് കിട്ടുകയാണെങ്കിൽ അതുപോലെ തന്നെ വെക്കണം എന്നൊന്നുമില്ല. ഓരോ ജില്ലയിലും ഓരോ തരത്തിൽ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരമുള്ള വയ്ക്കുക. എന്നിരുന്നാലും ഞങ്ങൾ ഈ വയ്ക്കുന്ന രീതി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കണ്ടു നോക്കിയാൽ അതെങ്ങനെയാണ് വെക്കുന്നത് എന്ന് കാണാം. ഇതിപ്പോൾ ചേനവരമ്പിലാണ് ഇപ്പോൾ ഇത് കണ്ടത്. ഇതേമാതിരി തന്നെ നമുക്ക് എല്ലായ്പ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതേമാതിരിയുള്ള വരമ്പുകൾ തന്നെയാണ് മിക്കവാറും കിട്ടുക. ഇതാണ്ട് അതേമാതിരി തന്നെയുള്ളതാണ് ഈ സ്ഥലത്ത് തന്നെ കിട്ടുക. ഇതാണ് എൻ്റെ പ്രദേശം. എന്തായാലും കൂണ് പുഴക്കലും വീഡിയോ എടുക്കലും കൂടി എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല. ഒറ്റയ്ക്ക് സാധിക്കാണ്ടല്ല, വീഡിയോ എടുക്കുമ്പോൾ ഈ കൂണ് പുഴക്കാൻ ഷെയ്ക്കാവും. അതുകൊണ്ട് ഞാൻ ഇതിന് പുഴക്കാനായിട്ട് ഒരാളിനെ വിളിക്കട്ടെ. ഇനി നമ്മൾക്ക് ആ കൂണൊന്ന് പറിച്ചെടുക്കാം. അതിൻ്റെ കടഭാഗം പൊട്ടിപ്പോയോ? അവിടെ അതിൻ്റെ അടിഭാഗം കാണിക്കും. അടിഭാഗം ഇതാണ്ടോ, ഇതാണ് ഞങ്ങളവിടുത്തെ ഭക്ഷ്യയോഗ്യമായ പെരുക്കാലി കൂൺ. ഇനി ഇത് നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുക പറഞ്ഞാൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഇതാണ് ഞങ്ങളുടെ നാട്ടിൻപുറത്ത് കാണപ്പെടുന്ന പെരുക്കാലിക്കൂൺ. അതിൻ്റെ മുൻവശം കാണിക്കുക. ഈ കൂണിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.